നമസ്കാരം. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. പല പേരുകളിൽ ദിനംപ്രതി മുളച്ചുപൊന്തുകയും കുട്ടികളിൽ നിന്ന് തോന്നിയ ഫീസ് വാങ്ങുകയും അധ്യാപകർക്ക് തോന്നിയ ശമ്പളം കൊടുക്കുകയും എല്ലാവരെയും തോന്നും പോലെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന സംസ്ഥാനത്തെ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഫീസ് നിയന്ത്രിക്കാനും ഏകീകരിക്കാനും സർക്കാരിന് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി. ഈ സുവർണ അവസരത്തിൽ കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഞങ്ങൾക്കും പറയാനുണ്ട്. കേരള സർവകലാശാല മുൻ പ്രൊവൈസ് ചാൻസലർ ഡോക്ടർ ജയപ്രഭാഷ്, സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ഷാജർ ഖാൻ, കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആർ കെ നായർ, അഭിഭാഷകൻ സാജൻ പ്രസാദ്. ഒപ്പം ഈ സുപ്രധാന വിധിക്ക് കാരണക്കാരനായ കൊച്ചി ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അനിൽകുമാറും സമാനമായ സാഹചര്യത്തിൽ അസീസി സ്കൂളിനെതിരെ പോരാടുന്ന ആൽബർട്ടും കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം ചേരുന്നു. സ്വാഗതം എല്ലാവർക്കും. ആദ്യം ശ്രീ അനിൽകുമാർ, ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ കുട്ടിയെ ചേർക്കുമ്പോൾ ഫീസ് കൊടുക്കണം എന്നത് നമുക്ക് പ്രാഥമികമായി അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പിന്നീട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നത്? അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഈ 8-9 വർഷമായിട്ട് ഉന്നയിച്ചു വരുമായിരുന്നു. PTA അവിടെ നിലവിലില്ലായിരുന്നു. ഈ 8 വർഷം ഞങ്ങൾ PTA വേണ്ടി ഒത്തിരി പ്രഷറൈസ് ചെയ്തിരുന്നു. പക്ഷേ ഈ 15 വർഷം അവർ അനുവദിച്ചിരുന്നില്ല. അതിനുശേഷം 2 വർഷം മുമ്പാണ് PTA അനുവദിച്ചത്. ആ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയും മാനേജ്മെൻറ്റ് അതിനെ ശക്തിപൂർവ്വം അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം ഇവിടെ നടപ്പില്ലെന്നും ഇത്രയൊക്കെ പറ്റുള്ളൂ, പറ്റില്ലെങ്കിൽ കുട്ടികളെ മാറ്റിക്കോളൂ എന്നുള്ളൊരു വർത്തമാനത്തിൻ്റെ ആ ഒരു മോഡിലാണ് സംസാരിച്ചത്. കഴിഞ്ഞ PTA പ്രസിഡന്റ് ഞാൻ 2017-18 അധ്യയന വർഷത്തിലെ PTA പ്രസിഡന്റ് ഞാനായിരുന്നു. അപ്പോൾ ഞങ്ങളിത് സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വെച്ചു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന സമയത്താണ് സ്കൂൾ 20% മുതൽ 36% വരെ ഫീസ് വർധനമായിട്ട് വന്നത്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു 20 മുതൽ 36% വരെ എന്നുള്ള 10% കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ താങ്കൾ ഒറ്റയ്ക്കായിരുന്നോ അതോ മറ്റ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് സമാനമായ പ്രശ്നം ഉണ്ടായിരുന്നോ? എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങളൊരു 5 പേരൻ്റായിട്ട് ചുരുങ്ങേണ്ടി വന്നു. കാരണം PTA ചുമതലയുള്ള ഓരോ പേരൻസിൻ്റെ കുട്ടികളെയും മാനേജ്മെൻറ്റ് ഇൻഡിവിജ്വലി വിളിക്കും ഓഫീസിലേക്ക്. എന്നിട്ട് പറയും, നിങ്ങളുടെ ഈ കുട്ടി ഇന്ന വിഷയത്തിന് മോശമാണ്, ആ വിഷയത്തിന് മോശമാണ്, അതുകൊണ്ട് പ്രൊമോഷൻ ബുദ്ധിമുട്ടാവും, അതർവൈസ് നിങ്ങളത് നന്നായിട്ട് എടുക്കണം എന്നൊക്കെ ഒരു ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം പോകാൻ നേരം പറയും, അത് നിങ്ങൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകരുത്, PTA കൂടെ നിൽക്കരുതെന്ന് പറയും. അവിടെ പേരൻസ് ഫ്ലാറ്റായി. ഇപ്പം ഞങ്ങൾ 3 പേരുടെ കുട്ടികളാണ്, 5 കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ 5 കുട്ടികളാണ് പുറത്തായിരിക്കുന്നത്. 9ഉം 10ഉം പഠിക്കുന്ന കുട്ടികൾക്ക് വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. 2, ഇവർ തന്നിരിക്കുന്ന TC-യിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫീസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നോൺ പേയ്മെൻറ്റ് ഓഫ് ഫീസ് എന്ന് കാണിച്ചിരിക്കുന്ന TC വെച്ച് ഞങ്ങൾ ഏത് സ്കൂളിൽ ചെന്നാൽ അഡ്മിഷൻ കിട്ടും? ശ്രീ ആൽബർട്ട്, താങ്കളിപ്പോൾ സമാനമായൊരു സാഹചര്യത്തിൽ മറ്റൊരു സ്കൂളിനെതിരെ ഒരു നിയമ പോരാട്ടത്തിലാണ്. താങ്കളുടെ കേസും കോടതിയിലാണ്. എന്താണ് താങ്കളുടെ പ്രശ്നം? ഇതൊരു അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ കാത്തലിക്കിൻ്റെ ഒരു സമുദായത്തിൻ്റെ സ്കൂളാണ്. ഞങ്ങളവിടെ ചേർക്കുമ്പോൾ അവിടെ ഇത്രയ്ക്ക് വലിയ ഫീസൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാനേജ്മെൻറ്റിനോടോ അച്ഛന്മാരോടോ ഒന്നും എതിരുള്ള ആൾക്കാരല്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റാത്തൊരു ഫീസ് വർധനവാണ്. അതായത് ഇതിൽ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം, NOC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നൊരു കാര്യം ഇവിടെയുണ്ട്. ഇവരൊരു എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് മാഡം ഇവർ ഈ സ്കൂൾ തുടങ്ങുന്നത്. അത് പ്രകാരം ഇപ്പോൾ എത്രയാണ് ഫീസ്? എത്ര രൂപയാണ് കൂടിയത്? 80% വർധനവ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 94 സ്കൂൾ തുടങ്ങുന്നു. എൻ്റെ മോളിപ്പം 8ാം ക്ലാസ്സിൽ അവിടെ പഠിക്കുന്നു. ഇപ്പോൾ തന്നെ 80%-ലധികം വർധനവായിട്ടുണ്ട്. ശ്രീ ആർ കെ നായർ, താങ്കൾ സ്വന്തമായി ഒരു പബ്ലിക് സ്കൂൾ നടത്തുന്ന ആളാണ്, കൊല്ലം ജില്ലയിലാണത്. എങ്ങനെയാണ് അവിടുത്തെ ആ സ്കൂളിലെ ഫീസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആ ഫീസ് ആരാണ് നിശ്ചയിക്കുന്നത്? അത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? അവതാരിക ഇത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മുൻവിധിയോടുകൂടിയുള്ള ഒരു തരത്തിലാണ് ചർച്ച ആരംഭിച്ചത്. ഹൈക്കോടതി പറഞ്ഞതാണ് ശ്രീ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് തന്നെ. കേരളത്തിൽ വളരെ ചെറിയ തരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾ മുതൽ CBSE ഉൾപ്പെടുന്ന സ്കൂളുകൾ വരെ വരുന്ന സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ ഇതിൻ്റെ പല തട്ടുകളെക്കുറിച്ച് തികച്ച് നേരിട്ട് ബോധ്യമുള്ള ആളാണ്. ശരി, ഇത് നമുക്കറിയാം. ഇത് സാങ്കേതികമായ ഒരു കാര്യമാണ്. പല ലെയറിൽ നിൽക്കുന്ന സ്കൂളുകളാണ്, പല ഗ്രേഡിലുള്ള സ്കൂളുകളാണ്, പലതരം ഇൻഫ്രാസ്ട്രക്ചറാണ്, പലതരം ഫീസുകളാണ്. എന്റെ ചോദ്യം ഇതാണ്, ഒരു സ്കൂളിലെ ഫീസ് അത് ആരാണ് നിശ്ചയിക്കുന്നത്? എന്താണ് അതിന്റെ മാനദണ്ഡം?
ഇതുവരെയും ഗവൺമെന്റ് അതിനെക്കുറിച്ചൊരു മാനദണ്ഡം ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പ് തന്നെയാണ്. അതിനൊരു മാനദണ്ഡവും ഒരു നിഷ്കർഷയും ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര കാലമായിട്ടും ഈ പ്രശ്നം ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ കാരണം? അൺഎയ്ഡഡ് മേഖലയുമായിട്ടുള്ള പ്രശ്നം ഇന്നലെ തുടങ്ങിയതല്ല. 57 വിദ്യാഭ്യാസ ബില്ല് തന്നെ വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ. ആ ബില്ലിനെ ഇവിടെ വർഗീയ ശക്തികളും അതുപോലെ തന്നെ അന്ന് കേന്ദ്രം ഭരിച്ച കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നാണ് അതിനെ ടോർപ്പിഡോ ചെയ്തത്. അപ്പോൾ അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്, സ്വാശ്രയ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകൾ, അതും ഈ ഫീസിൻ്റെ മാത്രമല്ല വളരെ സമഗ്രമായിട്ടുള്ള ബില്ലാണ്. സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലിക്കണമെന്നുള്ള രീതിയിലുള്ള ബില്ലുകളാണ്. അപ്പോൾ അതിന് വന്നത് ഏറ്റവും കൂടുതലും അതിനെ തടയിട്ടത് കോടതികളാണ്. അപ്പോൾ നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. എന്ത് കാര്യം വന്നാലും എന്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയെ അയക്കുന്നു, ഞാൻ ഫീസ് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ശ്രീകൽ ആദ്യം ഇവിടെ ചോദിച്ചല്ലോ, അൺഎയ്ഡഡ് സ്കൂളിൽ അയക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, അവിടെ ഫീസ് സർക്കാർ സ്കൂളിൻ്റെ ഫീസ് അല്ല. ഈ കേരളത്തിലെ മധ്യവർഗത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഏറ്റവും പക്ഷേ ഇന്ത്യയിലെ മധ്യവർഗം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു മധ്യവർഗമാണ്, പ്രൈവറ്റൈസ്ഡ് മിഡിൽ ക്ലാസ് ആണ്. പഴയ മധ്യവർഗം സർക്കാർ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ച് റേഷനറി വാങ്ങി ഭക്ഷണം കഴിച്ച്, അപ്പോൾ പൊതുമേഖലയെ ആശ്രയിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മധ്യവർഗത്തിൽ നിന്ന് പുതിയ മധ്യവർഗത്തിലേക്ക് വരുമ്പോൾ അങ്ങേയറ്റം സ്വകാര്യവൽക്കരിക്കപ്പെട്ട മധ്യവർഗമാണ്. നമ്മൾ പൊതുമേഖലയെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വിദ്യാഭ്യാസത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, യാത്രാ സൗകര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പബ്ലിക് ഹെൽത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ സ്വകാര്യ മേഖലയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ രക്ഷകർത്താവിന് ഉത്തരവാദിത്വമുണ്ട്, കോടതികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാം ഉത്തരവാദിത്വത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ സർക്കാരിനെ പ്ലേസ് ചെയ്യേണ്ടത്. ഈ തവണ കേരളത്തിൽ എന്തെങ്കിലും നടക്കും എന്ന് കരുതുന്നുണ്ടോ? അല്ല, കോടതിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങൾ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നതിന് ഒരു മെക്കാനിസം ഉണ്ടാക്കാം എന്ന് കോടതിക്ക് പറയേണ്ടി വരുന്നു ഗവൺമെൻറ്റിനോട്. ഈ ആത്മീയ വ്യാപാരം നടത്തുന്ന സാക്ഷാൽ ശ്രീ രവിശങ്കർ നടത്തുന്ന സ്കൂളിൽ 5 കുട്ടികളെ നിഷ്കരണം പുറത്താക്കുകയാണ്. എന്താ കാര്യം? അവിടെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല എന്ന ഒറ്റ കാരണത്താൽ. ആ ഫീസ് തന്നെ യഥാർത്ഥത്തിൽ 10% ഫീസ് വർധനവ് നേരത്തെ അനിൽകുമാർ പറഞ്ഞല്ലോ, ഇവർ അംഗീകരിച്ചതാണ്. അത് ഭീമമായ ഫീസാണ്, എന്നാൽ പോലും കൊടുക്കാം എന്ന് സമ്മതിച്ചതാണ്. കുട്ടികളെ പീഡിപ്പിക്കുന്നു, എന്നിട്ട് അവർ മാസങ്ങളോളം സമരം ചെയ്തു. ഈ പറയുന്ന 5 രക്ഷകർത്താക്കൾ കുട്ടികൾ ഉൾപ്പെടെ സമരം ചെയ്തു. തിരിച്ചെടുക്കാനുള്ള മനുഷ്യത്വം പോലും ആ മാനേജ്മെൻറ്റ് കാണിച്ചില്ല. ഗവൺമെൻറ് പോലും വാസ്തവത്തിൽ ഈ കുട്ടികളെ തിരിച്ച് കയറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ആ കുട്ടികൾ ഇപ്പോഴും പുറത്താണ്. കഴിഞ്ഞ 3 മാസക്കാലമായി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. കോടതി അത്ര ഗതികെട്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഗവൺമെൻറ്റിനും ലെജിസ്ലേഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. 2009 സ്കൂളുകളുടെ ഫീസ് റെഗുലേറ്റ് ചെയ്യാൻ തമിഴ്നാട് നിയമം ഉണ്ടാക്കി. 2013 രാജസ്ഥാൻ ഉണ്ടാക്കി. 2015 എനിക്ക് തോന്നുന്നു കർണാടക ഉണ്ടാക്കി, മഹാരാഷ്ട്ര ഉണ്ടാക്കി. 2018 ഇപ്പോൾ റീസെൻ്റായിട്ട് ഗുജറാത്ത് ഉണ്ടാക്കി, UP ഉണ്ടാക്കി. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയിൽ മുമ്പോട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന കേരളം എന്തുകൊണ്ടുണ്ടാക്കുന്നില്ല? സാറ് സൂചിപ്പിച്ചു, 1957 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും വിപ്ലവകരമായ വിദ്യാഭ്യാസം സംബന്ധിച്ചൊരു നിയമം ഉണ്ടാക്കിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. 25 വർഷം മുമ്പ് പാസ്സാക്കേണ്ട നിയമമാണ്. ഇതുവരെ ആരും പാസ്സാക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റികളോ അല്ലെങ്കിൽ ഈ സംഘടനകളോ ആണ് സ്കൂൾ നടത്തുന്നത്. അവരെ പിണക്കാൻ ആർക്കും തയ്യാറല്ല. എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികൾ ബോംബെയിൽ പഠിക്കുന്നു. ഇതിൻ്റെ 4 ടൈംസ് ഫീസാണ്. എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് കമ്പാരിറ്റീവ്ലി എറണാകുളം ബേസ് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്ത് ഫീസ് കുറവാണ്. എൻ്റെ മോൾ ഇവിടെ ഹോൾ ഇന്ത്യ CBSE ഇങ്ങനെ കച്ചവടമൊന്നും അവർ നടത്തുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും ഫീസ് കൊടുക്കണം എന്നുള്ള ഇല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കാമല്ലോ. കച്ചവടം നിർത്തൂല. കാരണം ഇവിടുത്തെ ഉന്നതന്മാരെയും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ മക്കൾ പഠിക്കണ എല്ലാം പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജിലുമാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്ന സ്കൂളുകളുണ്ടെന്ന്. അവരെന്തിന് ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നത്? സർക്കാർ സ്കൂളുകൾ ഈ സർക്കാർ വന്നതൊക്കെയാണ് അവരിത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് പള്ളിക്കൂടം ഉണ്ടാക്കി പിള്ളേരെ പഠിപ്പിക്കുന്നത്? എനിക്കറിയാം, നേരിട്ടറിയാം. പല വിദ്യാഭ്യാസ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ, ആ സ്കൂളുകളെ കുട്ടികളെ വേറെ സ്കൂളിൽ കൊണ്ടിരുത്തി പരീക്ഷ എഴുതിപ്പിച്ചിട്ട് അവരെ റിസൾട്ട് വാങ്ങിച്ച് അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എത്രയാണുണ്ട്? എനിക്ക് അനുഭവമുണ്ട്, എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതാണ്. പിന്നെ ഈ സർക്കാർ വന്ന ശേഷം അടച്ചിട്ടിരുന്ന സർക്കാർ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആളാണ്, കോളേജ് പ്രൊഫസറായിരുന്ന ആളാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? 1,45,000 പേര് ഈ വർഷം
സർക്കാർ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്ത് വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന് പറയുന്ന സാർ ഇവിടെ ഇരിക്കല്ലേ? ഞാൻ പറയണ നിങ്ങൾ വിശ്വസിക്കണ്ട, സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി. ഗവൺമെൻറ് നിശ്ചയിച്ചാൽ എവർ ഹൈക്കോടതി പോയെങ്കിൽ അവർ സുപ്രീം കോടതി പോകും. MBBSൻ്റെ സീറ്റിന് ഇവിടെ കിടന്ന് ഈ കോലാഹലം അത്രയും ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പെട്ടിക്കട തുടങ്ങണമെന്ന് പോലും സർക്കാരിൻ്റേത് അംഗീകാരം വേണം. ഇന്ന് ഓണം വരുമ്പോൾ കിഴക്കേക്കോട്ടയിലെ തമ്പാനൂരിലെ തുണി വിൽക്കണമെങ്കിൽ പോലും സർക്കാരിൻ്റെ അംഗീകാരം. അങ്ങനെയാണെങ്കിൽ ഫീസ് റെഗുലേറ്ററി സ്കീം എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? സാറ് പറഞ്ഞ പോലെ ഈ പുതിയ മധ്യവർഗത്തിന് എല്ലാം പ്രൈവറ്റ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞ് ജയിച്ചാലോ അത് സർക്കാർ ജോലി തന്നെ കിട്ടണം. അതാണ് മധ്യവർഗത്തിൻ്റെ, അത് പ്രൈവറ്റിലേക്ക് തേടി പോകുന്നില്ല. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ 37 years പഠിപ്പിച്ച ആളാണ്. കോട്ടൺ ഹില്ലിലും എനിക്ക് 10 സർവീസ് ഉണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ പ്രൊമോഷനായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പാവപ്പെട്ട കുട്ടികളാണ്, വളരെ ഈ കോളനിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരെ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നതെന്ന്. അവ കോട്ടൺ ഹില്ല് പണ്ട് ട്രിവാൻഡ്രത്ത് 1ാമത്തെ സ്കൂളായിരുന്നു ഗേൾസ്, ഇന്നും അതുപോലെ തന്നെ. അതേസമയം പ്രൈവറ്റ് സ്കൂളിൽ ഒരു 4ാം ക്ലാസ് കുട്ടി അടുത്ത കുട്ടിയുടെ ബുക്ക് എടുത്തു എന്ന് പറഞ്ഞ് തീഫ് എന്ന് പറഞ്ഞ് ഒരു ലേബലിട്ട് സ്കൂൾ മുഴുവൻ ഓടിച്ചു. അപ്പോൾ അത് എന്തുമാത്രം കഷ്ടമായിരുന്നു. നമ്മുടെ രക്ഷകർത്താക്കൾ ഒരു പരിധിവരെ കുറ്റക്കാരുണ്ട്. കാര്യം എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ പഠിക്കണ്ട, എത്ര വേണേലും ഞാൻ ഡൊണേഷൻ തരാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവരാണ് ഈ അമിത ഫീസിന് കാരണക്കാർ. അവർ ഈ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു സ്വഭാവം വന്നിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ കുഞ്ഞിനെ കൊണ്ട് ചേർക്കുമ്പോഴത്തേക്കും വൻ തുക ഒരു ഡൊണേഷൻ വാങ്ങിക്കുന്നു. ശരി പോട്ടെ, അത് മാത്രമേ കാണുള്ളൂ എന്ന് വിചാരിക്കും 10 വർഷം പഠിക്കാമെന്ന് വിചാരിച്ചായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ 1ാം ക്ലാസ്സിലുള്ള ഫീസ് അല്ല 2ാം ക്ലാസ്സിൽ. ഓരോ വർഷവും കൂട്ടി കൊണ്ടുവരുന്ന ക്രമാതീതമായി കൂട്ടിക്കൊണ്ടുവരികയും അവസാനം ഒരു ഈ പറഞ്ഞതുപോലെ ഒരു 8, 9 അവസാന ക്ലാസ് എത്തുമ്പം 10ാം ക്ലാസ്സിൽ ആ സ്കൂളിന് ചീത്തപ്പേര് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 100% കാര്യം സാധിക്കില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ അവരെ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിലോട്ട് വിടുക എന്നുള്ള രക്ഷകർത്താൻ വിളിച്ച് വലിയ പ്രഷറാണ്. നേരിട്ട് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. പേരൻസിൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്. നമ്മുടെ കുട്ടിയെ ഈ സ്കൂളിൽ ചേർത്താലേ നമുക്ക് സൊസൈറ്റിയിലൊരു അംഗീകാരം ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ. ടീച്ചറുടെ കുട്ടികളൊക്കെ എവിടെയാണ് പഠിച്ചത്? എൻ്റെ കുട്ടിക്ക് പ്രൈവറ്റിലാണ് പഠിച്ചത്. തീർച്ചയായും ഞാൻ സമ്മതിച്ചു. ശ്രീ അനിൽകുമാർ, എന്താണ് ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥ? അവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളെടുത്ത തീരുമാനം എന്താണ്? ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ മെഷീനറി നിങ്ങളെ തുണച്ചിട്ടില്ല എന്ന പരാതിയുണ്ടോ? ഞങ്ങളിപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആസ് പെർ സ്കൂളിൽ എന്താണോ 9 മണിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഞങ്ങൾ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, 9 മണിക്ക് സ്കൂളിലെ പോലെ ഇരുന്ന് പഠിക്കുന്നു, ഉച്ചയ്ക്ക് ഉണ്ണുന്നു, വൈകുന്നേരം 4:30 ആകുമ്പോൾ നിർത്തുന്നു. 4:30 ആകുമ്പോൾ നിർത്തുന്നു. എന്താണോ ക്ലാസ് സ്കൂളിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ദിസ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ, നിങ്ങൾക്ക് എങ്ങനെ സ്വയം പഠിക്കാൻ പറ്റുമെന്ന് വിലയിരുത്താൻ കിട്ടുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒരു കുട്ടിക്കും കിട്ടണില്ല. അതുകൊണ്ട് ആ രീതിയിൽ എപ്പോഴാണോ സ്കൂളിലേക്ക് പോകാൻ നമുക്ക് നിയമം അനുവദിക്കുന്നത്, അല്ല സർക്കാർ നമ്മളെ തുണയ്ക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോരുത്. നിങ്ങൾക്കും പറ്റണം, അത്രയും നാൾ സ്കൂളിൽ എന്താണോ പഠിച്ചത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ആ ഒരു നിർദ്ദേശത്തിൽ കുട്ടികളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു, വൈകുന്നേരം അവർ ഫ്രീ ആവുന്നു. വിദ്യാഭ്യാസം തടസ്സം വരാതിരിക്കാനുള്ള അത്തരം നടപടി കൈക്കൊള്ളണമെന്ന് പറഞ്ഞൊരു ഓർഡർ ഇട്ടപ്പോൾ തന്നെ ഇവരതിന് പോയി സ്റ്റേ മേടിച്ചു. അവിടെ ഒരു അന്വേഷണം നടക്കണേ, ഇവരെന്തിനു ഭയപ്പെടണം? ഒരു സ്കൂളിൽ അന്വേഷിച്ച് തെറ്റാണെങ്കിലല്ലേ, കുറ്റക്കാരാണെങ്കിലല്ലേ വിധി വരുവുള്ളൂ. അതിന് പോലും തയ്യാറല്ല. ഞങ്ങളെ അന്വേഷിക്കാൻ പാടില്ല, ഞങ്ങളെ പരിശോധിക്കാൻ പാടില്ല, ഞങ്ങളെ ചെക്ക് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ പൂർണ്ണരാണെന്നുള്ള ഒരു ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടിയല്ലേ CBSE മാനേജ്മെന്റുകൾ പോണത്. ഞാൻ 35 വർഷമായി അധ്യാപക വൃത്തി ചെയ്യുന്ന ആളാണ്. ആ പ്രൊഫഷനിൽ അതിനോട് ഒരു ഡിവോഷൻ ഉണ്ട്. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപികമാർ, ടീച്ചേഴ്സ്, അവർ പലരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന അധ്യാപകമാർ തുച്ഛമായ ശമ്പളമാണെങ്കിൽ സാർ എന്ന ഒരു വിളിയിൽ ആ കുട്ടികൾ തരുന്ന ഒരു സ്നേഹവും അത് ഉൾക്കൊണ്ട് പോയിട്ട് പുറത്തു പോയാൽ ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? അതുപോലെ തന്നെ ഈ വികലമായ ഈ പ്രദേശത്തുള്ള ഈ ജനഗത മുഴുവനും സ്വകാര്യ മേഖലയെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ അത് ഒരു ജനങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? ഗവൺമെന്റ് സ്കൂളുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത്. ടെക്നിക്കൽ ഡെവലപ്മെന്റ് കൊണ്ട് മാത്രം ഒരു സ്കൂളിന്റെ വികസനമാകുന്നില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ കണക്കെടുത്താൽ
കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു? കേരളത്തിലെ സ്വകാര്യ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു? സ്വകാര്യ മേഖലയിലെ ഏത് കുട്ടികൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തു? അത് ഗവൺമെന്റ് സ്കൂളുകളിൽ എന്ത് സംഭവിച്ചാലും അതിനെ മൂടി വെക്കാൻ ചാനലുകൾ പോലും സ്വകാര്യ മേഖലയിലെ ചെറിയ വിഷയങ്ങളെ പെരുപ്പിച്ച് കാണാനാണ് സ്വകാര്യ സ്കൂൾ കൊടുക്കുന്ന സേവനം അതിനെയല്ല എതിർക്കുന്നത്. സേവനം ഇല്ലായ്മയും സേവനത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ചൂഷണത്തെയുമാണ്. അതാണ് അതിന്റെ പ്രശ്നം. അല്ലാതെ ആരെങ്കിലും സേവനം കൊടുക്കുന്നതിന് ആരും എതിർക്കേണ്ട കാര്യമില്ല, ആരും എതിർക്കുന്നില്ല. പക്ഷേ സേവനത്തിന്റെ പേര് പറഞ്ഞ് അധ്യാപകർക്ക് അത്യാവശ്യം വേണ്ട ശമ്പളം കൊടുക്കാതിരിക്കുക, രക്ഷകർത്താക്കളിൽ നിന്ന് പരമാവധി ഫീസ് ഈടാക്കുക, അവരെ പിന്നെ മറ്റു വിധത്തിൽ ചൂഷണം ചെയ്യുക. ആ ചൂഷണത്തിനെതിരായിട്ടുള്ള, അതുകൊണ്ടാണല്ലോ കോടതിക്ക് പോലും ഇടപെടേണ്ടി വന്നത്. ആ ചൂഷണത്തിന്റെ വ്യാപ്തി വലുതായപ്പോഴാണ്. അപ്പോൾ ആ ചൂഷണം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്ന് പൊതുമേഖല ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോടതി വിധി. ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷേ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റെഗുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പൊതുവിദ്യാലയങ്ങളിൽ മികച്ച വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ കേരളത്തിൽ വ്യാപിക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കണം. അങ്ങനെയുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെൻറ് അക്കാഡമിക്കായിട്ട്, ഞാൻ പറഞ്ഞ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, സിലബസും കരിക്കുലവും അന്തർദേശീയ നിലവാരമുള്ള കരിക്കുലവും സിലബസും നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇതിന്റെ ഭാവിയെക്കുറിച്ച് എന്താണ് കരുതുന്നത്? ഇത് കൃത്യമായി കാണാറുള്ളതും ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്ന, ഞാൻ പറയുന്നു, നാളെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ ഈ ഓർഡിനൻസ് കേരളത്തിലെ ഒരു കോടതികളും സ്റ്റേ ചെയ്യത്തില്ല. കാരണം ഇത് ഫീസ് നിയന്ത്രണം മാത്രമാണ്. ഫീസ് നിയന്ത്രണം ഒന്ന്. രണ്ടാമത് എയ്ഡഡ് കോളേജ്, ഇപ്പം ഇവിടെ എയ്ഡഡ് സ്കൂളുണ്ട്. എയ്ഡഡ് സ്കൂളിൽ സർക്കാരിൽ ശമ്പളം കൊടുക്കുന്നിടത്തുനിന്ന് ക്യാപിറ്റേഷൻ വാങ്ങിക്കുന്നു, അഡ്മിഷന് അത് നിയന്ത്രിക്കുന്നു, അത് കുറ്റപരമാക്കണം, അതിൽ ജയിൽശിക്ഷ കൊടുക്കണം. അതിൽ കൂടുതൽ വാങ്ങിച്ചാൽ പിഴയിടണം. CBSE-യിലെ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന സ്കൂളുകൾക്കും ഇവിടെ 100-100 കുട്ടികൾ മാത്രമുള്ള ചെറിയ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾക്കും ഒരേ മാനദണ്ഡത്തിലുള്ള ഫീസ് കൊടുക്കണം എന്നത് ഒരിക്കലും കഴിയില്ല. ഗവൺമെന്റ് നീതിയുക്തമായ നടപടി എടുക്കണം. ഏത് കച്ചവടത്തിനും നിയമങ്ങളുണ്ട്. ഒരു പെട്ടിക്കട തുടങ്ങിയാൽ പോലും അവിടെ എന്ത് വിൽക്കുന്നു എന്നതിന് സമാധാനം പറയേണ്ട നാട്ടിൽ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കാനും പറയാനും ആരുമില്ല. ആരാണ് അവരെ പഠിപ്പിക്കുന്നത്? എന്താണ് അവർ പഠിക്കുന്നത്? എന്തിനാണ് ഇത്രയും ഫീസ്? ഇനിയെങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ബന്ധപ്പെട്ടവർ മറുപടി പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.